ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? നമ്മൾ സബ് ജില്ലാ കലോത്സവത്തിന് പോയപ്പോൾ അവിടുന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എടുത്ത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ സബ് ജില്ലാ കലോത്സവം തിരുവങ്ങൂർ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൾക്ക് ഉണ്ടായിരുന്നു, പരിപാടി ഉണ്ടായിരുന്നു, ഭരതനാട്യം, പിന്നെ ഗ്രൂപ്പ്, പിന്നെ പാട്ട്, അങ്ങനെ കുറച്ച് 2-3 പരിപാടിക്ക് ഉണ്ടായിരുന്നു എൻ്റെ മോള്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഭരതനാട്യത്തിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ടുണ്ട്. ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോഴേക്കും, 9:30 ആണെന്ന് തോന്നുന്നു. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് സ്കൂളിൽ. അപ്പോൾ തന്നെ അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യാനും തുടങ്ങി. രാവിലെ തുടങ്ങിയാലാണ് ഏത് സമയത്താണ് നമുക്ക് കയറാൻ പറ്റുകയെന്നറിയില്ല, എന്നാലും ഞങ്ങൾ രാവിലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മേക്കപ്പ്. അപ്പോൾ പകുതി മേക്കപ്പ് ചെയ്തപ്പോഴാണ് വന്ദേ മാതരം പാടാൻ സമയമായി എന്ന് പറഞ്ഞ് വന്ന് വിളിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കേട്ടത് വന്ദേ മാതരം പാടുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നമ്മൾ മേക്കപ്പ് റൂമിലേക്ക് വന്നു. ഇതാ മേക്കപ്പ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് മോളുടെ കൂടെ ഭരതനാട്യം കളിക്കുന്ന ഒരു മോളാട്ടോ. അവളെ ക്ലാസ്സിൽ തന്നെ അവളെ ഫ്രണ്ടാണ്, പാർവതി എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് അവിടെ ഭരതനാട്യം കളിക്കാൻ വേണ്ടി അങ്ങോട്ടൊക്കെ ഒന്നിച്ചൊക്കെ പോയത്. പോകുന്ന വഴിയിലാണ് ഒരു സ്റ്റേജിൽ ഈ ഒരു പരിപാടി കണ്ടത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളൊന്ന് കേട്ട് നോക്ക്, എന്താണെന്ന് നിങ്ങൾ ഒന്ന് പറയണേ. അരുമപ്പൊരുൾ അതിപ്പമാം അലിഫിൽ തുടങ്ങി അഹദവന്റെ തിരുമൊഴി കൊണ്ടോ അഷ്റഫുൽ. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ ഈ പരിപാടി? ഇത് സംഭവം വട്ടപ്പാട്ട് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ, എനിക്ക് എൻ്റെ ഒരു അറിവ് അതാണെന്നാണ് തോന്നുന്നത്. നിങ്ങൾക്കറിയെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഭരതനാട്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഞങ്ങളവിടെ പോയി. എൻ്റെ മോളുടെ ഭരതനാട്യമാണ് കേട്ടോ അത്. അങ്ങനെ ഭരതനാട്യമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭരതനാട്യത്തിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കയറി നോക്കണം കേട്ടോ. അപ്പോൾ ഭരതനാട്യത്തിന് എ ഗ്രേഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കലാലയത്തിൽ നിഷ ടീച്ചറാണ് മോളെ പഠിപ്പിച്ചത്. ഇപ്പോഴും പഠിപ്പിക്കുന്നതും ടീച്ചർ തന്നെയാണ്, ഡാൻസ് പഠിപ്പിക്കുന്നതും ടീച്ചർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഭരതനാട്യമൊക്കെ കഴിഞ്ഞ് അടുത്ത ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടിയിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്നായിരുന്നു. അതിനിടയിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അത് പറയാൻ വിട്ടുപോയതാണ്. വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയം അന്നേരം ഉണ്ടായില്ല, അതുകൊണ്ടാണ്. നല്ല ഭക്ഷണമായിരുന്നു, അടിപൊളി ഭക്ഷണമായിരുന്നു. ബിരിയാണി ആയിരുന്നു അന്ന് ഉച്ചയ്ക്ക് കിട്ടിയത്. അപ്പോൾ അതേ ഇപ്പോൾ ഏകദേശം രാത്രി സന്ധ്യയൊക്കെ കഴിഞ്ഞു കേട്ടോ. രാത്രിയിലൊരു വ്യൂ ആണ്. ഇതാ ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും കൂടെ പോകുന്നത് കണ്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എല്ലാവരും ഹായ് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാ മക്കളും നല്ല ഉഷാറായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഗ്രൂപ്പ് ഡാൻസ്. എല്ലാ മക്കളും, അവളെ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുണ്ട്, അവളെ സ്കൂളിൽ പഠിക്കുന്ന മക്കളുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ എന്താ പറയുക കളിച്ചിട്ടുണ്ട്. ഇതേ ഞങ്ങൾ സ്റ്റേജിലേക്ക് പോകുന്ന വഴിയാണ്. ബ്ലോക്കായിട്ട് നമുക്ക് പതുക്കനെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. സന്ധ്യ ആകുമ്പോഴേക്കും നല്ല ബ്ലോക്കായിരുന്നു അവിടെയൊക്കെ. അപ്പോൾ ഗ്രൂപ്പ് ഡാൻസൊക്കെ എല്ലാവരും നന്നായിട്ട് കളിച്ചു. കുട്ടികളെല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. നീ കണ്ടോ, സ്റ്റേജിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പാണ് എല്ലാവരും കൂടെ നിന്നിട്ട്. ഇനിയിപ്പോൾ അടുത്തത് കയറുന്നത് മക്കളാണെന്ന് തോന്നുന്നു. ഉള്ളിൽ നല്ല തിരക്കായിരുന്നു. എല്ലാ മക്കളും റെഡിയായി വന്നതായിരുന്നു. ഗ്രൂപ്പ് ഡാൻസിന് മറ്റു മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് ഒന്ന് കണ്ടു നോക്കിക്കേ.
അപ്പോൾ ഗ്രൂപ്പ് ഡാൻസിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കയറി കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പരിപാടി കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. രാത്രിയായിരുന്നു പരിപാടി, ഗ്രൂപ്പ് ഡാൻസ്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു ഇതില്ലായിരുന്നു, ക്ഷീണമായിരുന്നു എല്ലാവരും നല്ല തളർന്ന് ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.